നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഭാരതപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ജസ്റ്റിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം വാഴാലിക്കാവ് ക്ഷേത്രത്തിന് സമീപം ശനിയാഴ്ച വൈകിട്ടാണ് ഭാരതപ്പുഴയിൽ ബന്ധുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയത്. ചങ്ങനാശ്ശേരി അഞ്ചമ്പിൽ വീട്ടിൽ മാത്യുവിന്റെ മകനാണ്. 34 വയസ്സായിരുന്നു. എറണാകുളത്ത് നിന്നും എത്തിയ സ്കൂബ ടീമും ഷൊർണൂർ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനായ എ ഫാഹിദിന്റെ നേതൃത്വത്തിലുള്ള സ്കൂബ സംഘവും ചെറുതുരുത്തി പോലീസും മുങ്ങൽ വിദഗ്ധൻ നിഷാദ് വരവൂരും നാട്ടുകാരും ചേർന്നാണ് പുഴയിൽ തെരച്ചിൽ നടത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കിള്ളിമംഗലം ഉദടിയിലുള്ള മുട്ടുകുഴി വീട്ടിൽ ജോയ് ഭാര്യ ഏലിയാമ്മയുടെ സഹോദരന്റെ മകനാണ് ജസ്റ്റ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നു. ചെറുതുരുത്തി പൈങ്കുളം റോഡ് മേച്ചേരിക്കുന്നിന് സമീപമാണ് ദിവസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. റോഡിൽ നിന്ന് സമീപത്തുള്ള വീട്ടിലേക്കും വെള്ളം ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. നിരവധി തവണ അധികൃതരോട് വിവരം അറിയിച്ചിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായതിനാൽ വെള്ളം കെട്ടിനിൽക്കുന്നത് കാരണം അപകടം നിത്യസംഭവമാണെന്നും പറയുന്നു. കുറേ ദിവസമായി വെള്ളം പൊട്ടിപ്പോകുന്നത് ആ ഭാഗത്ത് എൻ്റെ വീടിൻ്റെ ആ ഭാഗത്താണ് പൊട്ടിപ്പോകുന്നത്. അവിടെ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു, പിന്നെ വാട്ടർ അതോറിറ്റി ദേവനോട് പറഞ്ഞു, മുറിയോട് പറഞ്ഞു. അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിക്ക വെള്ളം പോയി അവർ കൂടി ശല്യം ചെയ്യുന്നുണ്ട് ഇവിടെ. അത് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ എല്ലാ റോഡിലും കാണുന്ന സംഭവമാണ്. ആൾക്കാർക്ക് ഒരു സ്ഥിരമായി എപ്പോഴെങ്കിലും ഈ ബെൻഡിൽ റെയിൽവേ കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി പെട്ടെന്ന് ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുണ്ടിലൊന്ന് ചാടും. കുട്ടികളോടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി വാട്ടർ അതോറിറ്റി. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിലെ അടച്ചുപൂട്ടിയ പൊതു പൈപ്പ് പുനഃസ്ഥാപിച്ചു. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ കഴിഞ്ഞ 38 വർഷമായി നിലനിന്നിരുന്ന പൊതുടാപ്പ് യാതൊരു കൂടിയാലോചനകളും കൂടാതെ വാട്ടർ അതോറിറ്റി ഏകപക്ഷീയമായ രീതിയിൽ അടച്ചുപൂട്ടുകയായിരുന്നു. വെള്ളിയങ്കല് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിനു മുൻപ് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന സമയത്ത് പോലും ചാലിശ്ശേരി പ്രദേശവാസികൾ കിലോമീറ്ററുകളോളം വന്ന് വെള്ളം കൊണ്ടുപോയിരുന്നത് ഈ പൊതുപൈപ്പിൽ നിന്നുമായിരുന്നു. പൊതുടാപ്പ് ഏകപക്ഷീയമായി അടച്ചുപൂട്ടിയ വാട്ടർ അതോറിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധവും ശക്തമായി. വാട്ടർ അതോറിറ്റിയുടെ നടപടിക്കെതിരെ 1000 പേരുടെ ഒപ്പ് ശേഖരിച്ച് നാട്ടുകാർ മന്ത്രി MP രാജേഷിന് നിവേദനം സമർപ്പിച്ചു. വിഷയത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായ അടിയന്തര ഇടപെടലിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിൽ ജനപ്രതിനിധികളും വാട്ടർ അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥരും വ്യാപാരി വ്യവസായി പ്രതിനിധികളുമായി ചർച്ച നടത്തി. തുടർന്ന് ജനങ്ങൾക്ക് ആശ്രയമായ പൊതുടാപ്പ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെ ടാപ്പ് പ്രദേശത്ത് പുനഃസ്ഥാപിച്ചു. ടാപ്പ് പുനഃസ്ഥാപിച്ചതിനെ തുടർന്ന് ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിലെ വ്യാപാരികളും തൊഴിലാളികളും നാട്ടുകാരും മധുരം വിതരണം ചെയ്ത് ആഹ്ലാദം പങ്കുവച്ചു. വാർഡ് മെമ്പർ ശിവാസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TM കുഞ്ഞുകുട്ടൻ, പ്രമേഷ്, വേണുകുറുപ്പത്ത്, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി TK മുഹമ്മദ്, വേലായുധൻ KK, ബാബു, ആലി, കണ്ണൻ, കേശവൻ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല. കൊപ്പം തെക്കുമലയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊപ്പം തെക്കുമല അൻസാർ നഗർ മാർക്കസും SYS സ്വാതന്ത്ര്യം പാലക്കാട് അഹല്യ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 400-ലധികം ആളുകൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മാർക്കസ് പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് ബാക്കവി സന്ദേശ പ്രഭാഷണം നടത്തി. മാർക്കസ് പ്രസിഡന്റ് മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, ഗ്രാമപഞ്ചായത്ത് അംഗം MC അബ്ദുൽ അസീസ്, അബ്ദുൽ ഹക്കീം ഹക്സനി, അബൂബക്കർ സക്കാഫി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് സുലൈമാൻ സക്കാഫി അധ്യക്ഷനായിരുന്നു. ഇമാമ് വിളിച്ചു പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ആവർത്തിച്ച് പറയുന്നു. 48 വെള്ളിയാഴ്ചകൾ ഒരു വർഷത്തിൽ കാണാം. ഈ 48 വെള്ളിയാഴ്ചയും ഒരേ ആയത്ത് തുടർത്തി പറയുന്നത്, തുടരെ പറയുന്നത് ഈ ഒരൊറ്റ ആയത്ത് മാത്രമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു തആല നീതി കൽപ്പിക്കുന്നു. എല്ലാവരോടും നീതി വേണം. ഭാര്യയോട് നീതി വേണം, മക്കളോട് നീതി വേണം, താൻ വളർത്തുന്ന മൃഗങ്ങളോട് പോലും നീതി വേണം. കോട്ടയ്ക്കൽ PSP നാട്യസംഘത്തിലെ പ്രധാന ആചാര്യനും പെരിങ്ങോട് കഥകളി പ്രൊമോഷൻ സൊസൈറ്റി രക്ഷാധികാരിയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും നിറസാന്നിധ്യമായിരുന്ന കോട്ടയ്ക്കൽ ഗോപി നായരുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ ചടങ്ങ് നടത്തി. പെരിങ്ങോട് ഹൈസ്കൂൾ ശതാബ്ദി മന്ദിരത്തിൽ നടന്ന ചടങ്ങ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ ഉദ്ഘാടനം ചെയ്തു. PM നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി.
പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാച്ചാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ, പീശപ്പള്ളി രാജീവ്, എം ബ്രഹ്മദത്തൻ, ടി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോട്ടയ്ക്കൽ PSB നാട്യസംഘത്തിന്റെ നേതൃത്വത്തിൽ ബാലിവധം കഥകളി അരങ്ങേറി. കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ട്രാവൽ മാർട്ട് എക്സ്പോയിൽ പങ്കെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് കേരള കലാമണ്ഡലം. കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്ന കേരള ട്രാവൽ മാർട്ടിലാണ് കേരള കലാമണ്ഡലം പങ്കെടുക്കുന്നത്. സാംസ്കാരിക പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി കലാമണ്ഡലത്തിന്റെ തനത് ടൂറിസം സാധ്യതകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കലാമണ്ഡലം ട്രാവൽ മാർട്ടിൽ പങ്കെടുത്തത്. സാംസ്കാരിക മൂല്യങ്ങളിലും വിജ്ഞാന മൂല്യങ്ങളിലും സമകാല കലാമൂല്യങ്ങളിലും ഊന്നിക്കൊണ്ടുള്ള പദ്ധതിയാണ് കലാമണ്ഡലം വിഭാവനം ചെയ്യുന്നത്. ഇതിലൂടെ സാംസ്കാരിക പൈതൃക ടൂറിസത്തെ ഒരനുഭവമാക്കി മാറ്റാനാണ് കലാമണ്ഡലം ഒരുങ്ങുന്നത്. ടൂറിസം സാധ്യതകൾ വിദേശികളിലും ആഭ്യന്തര ടൂറിസ്റ്റുകളിലും താൽപര്യമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായി നിരവധി ദേശീയ അന്തർദേശീയ ടൂറിസ്റ്റുകളുമായി സഹകരിക്കുന്നതിന് ധാരണയായി. 2 ദിവസത്തെ പരിപാടിയിലായി 180ഓളം വിദേശ ആഭ്യന്തര ടൂറിസം പ്രതിനിധികളുമായി കലാമണ്ഡലം പ്രതിനിധികൾ ചർച്ച നടത്തി. നല്ല പ്രതികരണമാണ് കലാമണ്ഡലം പവലിയലിന് ലഭിച്ചത്. നിലവിൽ ഓരോ വർഷത്തിലും ആയിരക്കണക്കിന് വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് കലാമണ്ഡലം സന്ദർശിക്കുന്നതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു. CCTV ന്യൂസ്, തളി. വല്ലപ്പുഴയിൽ വിവിധ ക്ലബ്ബുകളിലെ ഫുട്ബോൾ താരങ്ങൾക്ക് CPR പരിശീലനം നൽകി. ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തും ഭാരതീയ ചികിത്സാ വകുപ്പ്, കോമൺ ആയുർവേദ ഡിസ്പെൻസറി, മൗലാന ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടുകൂടി CPRൽ പരിശീലനം നൽകിയത്. വല്ലപ്പുഴ പഞ്ചായത്തിലെ 17 ക്ലബ്ബുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 30ഓളം കളിക്കാർക്കാണ് CPRൽ പരിശീലനം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളുമാണ് ചെയ്തു പോകാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കളിക്കളങ്ങളിൽ, ഗ്രൗണ്ടുകളിൽ അല്ലെങ്കിൽ പ്രാദേശികമായി നിൽക്കുന്ന ക്ലബ്ബുകളിലൊക്കെ നല്ല പ്ലെയേഴ്സ് വളർന്നു വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. എന്നാൽ വേണ്ട രീതിയിലുള്ള ആരോഗ്യ നിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടാറില്ല. കാരണം വലിയ ക്ലബ്ബുകളായിരിക്കില്ല, ഒരുപാട് ഫണ്ടിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ക്ലബ്ബുകളാണ് എല്ലാം. ഇതിലിപ്പോൾ അക്കാദമി എന്നുള്ള നിലയ്ക്ക് കുറച്ചൊക്കെ അറിവ് നമ്മുടെ ഈ പിള്ളേർക്ക് ഉണ്ടാവും. ബാക്കി നമ്മുടെ ഉൾ ഏരിയകളിൽ നിന്നും വരുന്ന ഏകദേശം 24ഓളം ക്ലബ്ബുകൾ വല്ലപ്പുഴയിലുണ്ട്. പ്രശസ്ത ഫുട്ബോൾ താരം അബ്ദുൽ ഹക്കീം മുഖ്യാതിഥിയായിരുന്നു. കളിക്കുന്ന പ്ലേയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടീസ് ചെയ്തോളൂ. എത്ര ഹാർഡ് വർക്ക് ചെയ്യണം അത്രയും നല്ലതാണ്. പക്ഷെ അതിനനുസരിച്ച് ഗ്രൗണ്ടിന്റെ പുറത്ത് അതിനനുസരിച്ച് നമ്മൾ അത്രയും നല്ല സൂക്ഷിക്കണം. നമ്മളെ ഉറക്കം തന്നെ മെയിൻ. ഉറക്കം ഒഴിച്ച് ഇപ്പൊ പുതിയ ട്രെൻഡ് വന്നിരിക്കും. രാത്രി മുഴുവൻ ഫൈസ് കളിച്ച് രാവിലെ 3 മണിക്കൊക്കെ ആയിരിക്കും ഫൈനല്. പിറ്റേ ദിവസം അതേമാതിരി കളിക്കും. പക്ഷെ അതുകൊണ്ട് ഒരു യൂസും ഇല്ല. നിങ്ങളൊരു കാലഘട്ടത്തിൽ മാക്സിമം ഒരു 3 വരെ 4ഓളം ടർഫിൽ കളിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ഡൗൺ ആയി പോകും. ഈ രാത്രി കളിയൊക്കെ വളരെ ഡേഞ്ചറാണ്. മാക്സിമം ഒരു 8 മണി 9 മണി കളിയാകുമ്പോൾ കളി നിർത്തിക്കൊള്ളണം. ഒരു ദിവസം ഒരു പ്ലേയേഴ്സ് മാക്സിമം കളിക്കാൻ പറ്റും 2 കളി. ഇതൊരു ദിവസം തന്നെ 10 കളി കളിച്ചിട്ടായിരിക്കും പിറ്റേ ദിവസം ഉറങ്ങിപ്പോണത്. ഒരു ദിവസം 2 ദിവസം കളിക്കും, 1 വർഷം 2 വർഷം കളിക്കായിരിക്കും. പക്ഷെ ലൈഫ് ഉണ്ടാവില്ല. നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കളിയൊന്നും ഉണ്ടായിരുന്നു. മാക്സിമം 7s ആണെങ്കിലും 2 കളി മാക്സിമം കളിച്ചിട്ട് നമ്മൾ മാക്സിമം റെസ്റ്റ് എടുത്താൽ പോകും. കളിച്ച് മുന്നോട്ട് വരുന്നുള്ള പ്ലേയേഴ്സിനാണ്. സാധാരണ കളിച്ച് പോണവർക്ക് ഒരു വിഷയമല്ല. ചടങ്ങിൽ KV നാസർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന, ഫുട്ബോൾ ക്ലബ്ബ് ഭാരവാഹികളായ രതീഷ്, വീരാൻകുട്ടി, അൻസാർ, പ്രസാദ്, ഡോക്ടർ ശ്രീധരൻ, ഡോക്ടർ ശശീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിലെ ശുചിമുറി മാലിന്യം ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കിവിടുന്നു. കെട്ടിട ഉടമയ്ക്കെതിരെ നിയമ നടപടിയുമായി ആരോഗ്യവകുപ്പ് രംഗത്ത്. ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പട്ടാമ്പി പള്ളിപ്പറ റോഡിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യം രാത്രിയുടെ മറവിൽ ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കിവിട്ടതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി വലിയ ദുർഗന്ധം വമിച്ചതോടെയാണ് നാട്ടുകാർ പരിശോധനയുമായി രംഗത്തിറങ്ങിയത്. ഈ സമയമാണ് അഴുക്കുചാലിലൂടെ കക്കൂസ് മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിവിട്ടുന്നത് കണ്ടത്. തുടർന്ന് നഗരസഭ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. വീടുകളിൽ നിന്നും ഈ ഓടയിലേക്ക് അവർ തന്നെ പ്രൈവറ്റായിട്ട് ഒരു ഓടയിലൂടെ പൊതുസ്ഥലത്തേക്ക് ഓട തുറന്നു വിട്ട് രാത്രി ആകുമ്പോൾ കറുകറുത്ത വെള്ളം, ഇന്നലെ രാത്രിയിൽ ഈ പരിസരത്ത് ഭയങ്കര ബാഡ് സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഈ ചാലിലൂടെ വളരെ കറുത്ത ജലമാണ് ഒഴുക്കിയിട്ടുണ്ടായിരുന്നത്. കക്കൂസിൽ നിന്ന് വരുന്ന വേസ്റ്റ് അടക്കം അതിലൂടെ ഒഴുകിയിട്ടുണ്ടായിരുന്നു. അത് നേരെ പോണത് അവിടെ ഒരു പമ്പ് ഉണ്ട്. അതിൽ നിന്നാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ 90% വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നത്. അതുപോലെ ഈ
ഈ പരിസരത്താണ് മുഴുവൻ നല്ല വൃത്തിയിൽ ജനങ്ങൾ കുളിക്കാനും മറ്റുള്ള വാഷ് ചെയ്യാനൊക്കെ വന്നിരുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു മനുഷ്യൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 300 ഗ്രാം മുതൽ 600 ഗ്രാം വരെ ഉണ്ടാവുമെന്നാണ് പഠനം പറയുന്നത്. അത് ഒരു സെൻറ്റിലോ 5 സെൻറ്റിലോ ഒരു 300-400 ആളുകളെ പാർപ്പിച്ചിട്ട് അവരുടെ വേസ്റ്റ് മുഴുവനായിട്ട് പുഴയിലേക്ക് തള്ളുന്ന ഒരു സ്ഥിതിയാണ് ഈ പരുവക്കട ഭാഗത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ബിൽഡിങ്ങുകളിൽ നിന്നും. കൃത്യമായിട്ട് ബിൽഡിങ്ങുകൾ എന്ന് പറയാൻ പറ്റില്ല, കൃത്യമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഒരു രേഖ പോലും ഇല്ല, കൃത്യമായിട്ട് അതിനൊരു ടാക്സ് അടക്കുന്നില്ല. ഇത് ഒരു ഷെഡ് വലിച്ചു കെട്ടി അതിലൊരു 10 അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുക, എന്നിട്ട് അവരുടെ മനുഷ്യ വേസ്റ്റ് പോകുന്നത് ഈ ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കുക എന്നുള്ള ഒരു മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ബിൽഡിങ്ങിന്റെ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ യാതൊരുവിധ ശുചിത്വ സംവിധാനങ്ങളും ഒരുക്കുന്നില്ലെന്നും തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പുഴയിലേക്ക് തള്ളിവിടുകയാണെന്നും പരാതിയുണ്ട്. പട്ടാമ്പി നഗരസഭ ഉൾപ്പെടെയുള്ളവർ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന ഭാരതപ്പുഴയിലാണ് ഈ വിധം മാലിന്യം തള്ളിവിടുന്നത്. ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന കെട്ടിട ഉടമകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. മാലിന്യത്തിൻ്റെ കക്കൂസ് മൂത്രത്തിൻ്റെ സ്മെല്ല് മണടിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ വലിയ ഫോഴ്സിൽ മോട്ടർ വെച്ചിട്ട് ഇതിൽ കൂടെ പുഴയിലേക്ക് തള്ളുന്നൊരു രംഗാണ് ഇന്നലെ കണ്ട്. വീഡിയോയും കാര്യങ്ങളൊക്കെ ഇന്നലെ കണ്ട് മുനിസിപ്പാലിറ്റിയൊക്കെ വിളിച്ചിരുന്നു. അവർ ഇന്നലെ വന്ന് നോക്കി അവർ ബോധ്യപ്പെട്ടാണ്. ഏകദേശം ഈ പുഴയുടെ തീരത്ത് ഉള്ള എല്ലാവിധ ഈ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന ഈ പ്രദേശത്തുള്ള ഇതിൻ്റെ താഴത്തൂടൊക്കെ പൈപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ മുനിസിപ്പാലിറ്റി ഗൗരവത്തോടെ എടുത്തിട്ട് ഇതിന് വേണ്ട നടപടികൾ എടുക്കണം. ഇത് എടുത്തിട്ടില്ല ശക്തമായിട്ട് ജനങ്ങൾ പ്രതിഷേധമാണ്. ഇനിയും മുന്നോട്ടുണ്ടാകും ഇതിന് വേണ്ട നടപടി എടുത്തിട്ടില്ലെങ്കിൽ. രാത്രികാലങ്ങളിലാണ് മാലിന്യം മോട്ടോർ ഉപയോഗിച്ച് ഓവുചാൽ വഴി പുഴയിലേക്ക് തള്ളുന്നത്. ഇത്തരത്തിൽ വ്യാപകമായാണ് പുഴയിലേക്ക് മാലിന്യം തള്ളുന്നതെന്നും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇടവരുത്തുമെന്നും പ്രദേശവാസികൾ ആശങ്കപ്പെട്ടു. ഇവിടെ കെട്ടിടങ്ങൾ ഉടമസ്ഥന്മാർ കെട്ടിടത്തിൻ്റെ ആളുകൾ മാലിന്യം സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അവർ വേസ്റ്റുകൾ കക്കൂസ് വേസ്റ്റുകൾ കംപ്ലീറ്റ് പുഴയിലേക്കാണ് ഒഴുക്കി വിടുന്നത്. ഇത് കുടിവെള്ളം പല പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റി പാവർട്ടി കുടിവെള്ള പദ്ധതി അങ്ങനെ പല സ്ഥലത്തേക്കും ഇപ്പോൾ ഇവിടെ നിന്നാണ് വെള്ളം പോകുന്നത് ഈ പുഴയിൽ നിന്ന്. അതിലേക്കാണ് ഈ മാലിന്യം തള്ളുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് നാട്ടുകാരുടെ പ്രതിഷേധമാണ് ഇന്നിവിടെ മുനിസിപ്പാലിറ്റി വന്നിട്ട് ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഈ സൈഡിലേക്ക് പോകുന്ന ചാലുകളൊക്കെ ശ്രദ്ധിക്കണം. കാരണം കച്ചവടക്കാരും ഇതേപോലെ അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിക്കുന്ന ഉടമസ്ഥരും ചെയ്യുന്നത് പച്ച തമ്മാടത്തിലാണ്. ഇതിന് നാട്ടുകാരും എല്ലാവരും ഇതിന് മുന്നിട്ടിറങ്ങണം. കാരണം എന്ത് ഇവർ ഈ ചെയ്യുന്ന തമ്മാടത്തിന് നമ്മൾ ആരും കൂട്ടു നിൽക്കരുത്. അത് ഏത് രാഷ്ട്രീയക്കാരായിട്ടോ ഏത് സംഘടന ആയിട്ടോ അവർക്ക് ഞങ്ങൾ ആരും സപ്പോർട്ടില്ല. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി നഗരസഭാ അധികൃതർ സ്ഥലത്തെ പരിശോധന നടത്തി. റഫീഖ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നും മാലിന്യം പുഴയിലേക്ക് തുറന്നുവിട്ടതായി കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്താനാണ് തീരുമാനം. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നും മലിനജലം തുറന്നുവിട്ടതായി പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ നേരത്തെ തന്നെ പരിശോധന നടത്തുകയും ഇവിടെ വന്ന് മലിനജലം ഒഴുക്കി വിട്ടതായി ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഷഫീഖ് എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്നാണ് ഒഴുക്കിവിടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. സ്വച്ഛതാ ഹി സേവയുടെ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ രാജ്യവ്യാപകമായി നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പ്രതിജ്ഞയും മനുഷ്യച്ചങ്ങലയും റാലിയും നടന്നു. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ നടന്ന ശുചിത്വ പ്രതിജ്ഞ, തുടർന്ന് നടന്ന മനുഷ്യച്ചങ്ങല, റാലി എന്നിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി AS സജീഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ K രാഹുൽ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലത സൽഗുൺ, ഹരിതകർമ്മസേന, കുടുംബശ്രീ അംഗങ്ങൾ, അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താല നിയോജക മണ്ഡലത്തിൽ പുതിയതായി ആരംഭിക്കുന്ന നാഗലശ്ശേരി ഗവൺമെന്റ് ITIയിലേക്ക് ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ തസ്തികകളിൽ ദ്വിവത്സര ട്രേഡുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോം തൃത്താല ഗ്രാമപഞ്ചായത്ത്, ഗവൺമെന്റ് ITI മാറഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നും സെപ്റ്റംബർ 30 മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്.
100 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 17 വൈകുന്നേരം 5 മണി വരെയാണ്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.